ഹലോ ഗൈസ്, ഞങ്ങളുടെ കൊടൈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. പുലർച്ചൊരു 3-3:30 രാഹുലിൻ്റെ വീട്ടിൽ പോയി അവനെ പിക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഓണായത് ഇരിഞ്ഞാലക്കുട പമ്പിൽ നിന്ന് നമ്മളുടെ വണ്ടിക്ക് ഇന്ധനം നിറച്ചുകൊണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുതിരാൻ വഴി നമ്മളിങ്ങനെ പോയി. ബോയ്സ് ഓൺലി ട്രിപ്പ് ആക്കാമെന്ന് പറഞ്ഞു. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ മുള്ളാൻ കാരണമെന്ന്. ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്ക് ഓൺലൈൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഓർഡർ ചെയ്യണമെന്ന്. പക്ഷെ ഞാനത് വിട്ടുപോയി ഇപ്രാവശ്യം. ഇവിടെ UAE-ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെട്രോൾ സ്റ്റേഷൻസ് അത്യാവശ്യം നല്ല ക്ലീനും ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. നാട്ടിൽ പക്ഷെ നമുക്കത് കുറച്ചും കൂടെ അടിപൊളിയാക്കാനുണ്ട്. അങ്ങനെ പതുക്കെ നേരം വെളുത്തപ്പോൾ വണ്ടി സൈഡാക്കി ഒന്ന് എണീറ്റ് നടന്ന് ഫ്രഷായി കാറ് പുതിയ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറേ നേരം ഇരുന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കണതാണ് എനിക്ക് അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ്. ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്ത് അടക്കാനായിട്ട്. കോടയും മിറർ സെൽഫിയും അങ്ങനെ കുറേ ഫോട്ടോസ്. ആ പോകുന്ന വഴികളും പച്ചപ്പും ഹരിതാപം എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ കോടയുടെ ടൈമായിരുന്നു ഇത്. സംഭവം അത്യാവശ്യം ഉച്ചയാവാറായി. അപ്പോഴും നല്ല കോടയുണ്ടായിരുന്നു. പിന്നെ വിശന്നു തുടങ്ങി. പിന്നെ പോകുന്ന വഴിയിൽ നല്ലൊരു ഇഡ്ഡലി കിട്ടുന്ന കട കണ്ടു. അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം കുറച്ച് ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് നല്ല ചൂട് ഇഡ്ഡലി ആയിരുന്നു. ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്താരോ മുട്ട ഓംലേറ്റ് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അതും കൂടെ കഴിക്കാമെന്ന് തോന്നി. അതും കൂടെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ആയിരുന്നില്ല. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് തോന്നുമ്പോൾ നിർത്തുക, ഭംഗി ആസ്വദിക്കുക, റെസ്റ്റ് ചെയ്യുക, ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കുക, കോട കാണുകയാണെങ്കിൽ വീണ്ടും നിർത്തുക. സോ അതായിരുന്നു നമ്മളുടെ ഈ ട്രിപ്പിൻ്റെ ലക്ഷ്യം. സോ അങ്ങനെ നമ്മൾ പോയതാണ്. ഗേൾസ് മാത്രമല്ല കേട്ടോ, ഫോട്ടോ എടുക്കാനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും ഇവന്മാരൊട്ടും മോശമല്ല. എല്ലാം എടുക്കാൻ നമ്മുടെ കൂടെ ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. പോകുമ്പോൾ എവിടെയൊക്കെ തിരക്ക് കാണണോ അവിടെ ഒന്നും നിർത്തൂല. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത അധികം തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും നിർത്തുള്ളൂ. കാരണം ക്രൗഡ് പോയിട്ട് എന്തിനാ, നമ്മളിങ്ങനെ കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പം അങ്ങനെ പോയി. ഇടയിൽ മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പറയുന്ന പോലെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ കോട മഞ്ഞ് മഴ നല്ല കോമ്പിനേഷനായിരുന്നു. ഇപ്പോൾ ചില ഏരിയയിൽ വരുമ്പോൾ കണ്ണുണ്ടായിരുന്നില്ല, അത്ര സ്ലോയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ പോയായിരുന്നേ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഹോൾട്ട് ചെയ്തിട്ടാ പിന്നെ നെക്സ്റ്റ് തുടങ്ങുള്ളൂ കേട്ടോ. അവന്മാരങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസും എടുത്ത് നടന്നു. ഞാനിങ്ങനെ കാടും മലയും പൂവൊക്കെ വീഡിയോ എടുത്ത് ഞാനും നടന്നു. അങ്ങനെ നമ്മൾ പൂണ്ടി ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് പോയി. അവിടെ നമ്മളൊരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ റോഡ് ചില സമയത്ത് നല്ല അലമ്പായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് കാരണം അതൊക്കെ ഉണ്ടാവും, നല്ല ചെളിയും കുഴിയൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു നേരമായി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ഒക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി. ബാക്കി അവിടെ വെൽക്കം ചെയ്യാനാന്ന് ഞാൻ വിചാരിച്ചു. അവിടെ ഒരു പയ്യൻ കുറച്ച് ഫ്ലവേഴ്സായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തൊട്ടുള്ള വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.